നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിഷേധം എന്നാണ് കവിതയുടെ പേര്. ഇത് നടന്ന ഒരു സംഭവം എൻ്റെ കണ്ണിൽ പതിച്ച് മാസങ്ങളോളം അത് നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒരു 1.5 വർഷമേ ആയിട്ടുള്ളൂ. മകന് അച്ഛനോടുള്ള വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു മനുഷ്യൻ ജനിച്ച് അവൻ വളർന്ന് അവൻ്റെ ജീവിതം എല്ലാം ഒരുവിധം ലക്ഷ്യസ്ഥാനത്തെത്തി വീണ്ടും ഭൂമിചക്രം കറങ്ങിത്തിരിയുമ്പോൾ മരണത്തിൻ്റെ വാതിലിലൂടെ കടന്നു പോകേണ്ടത് ഓരോ വ്യക്തികളുടെയും ഒരു മനുഷ്യജീവൻ്റെയും അസന്നിഗ്ധമായിട്ടുള്ള പ്രകൃതി വിധിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ, നാളെ നീ എന്നൊക്കെ നമ്മൾ പ്രമാണവും ഇതൊക്കെ പറയുമ്പോഴും ഒരു മനസ്സിനെയും തട്ടി വേദനിപ്പിക്കരുത്. ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴാൻ സാഹചര്യം നമ്മളായി ഒരുക്കി കൊടുക്കരുത്. അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർക്ക് എന്ന് ചിന്തിക്കണം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ടാക്കിയ ഒരുപാട് പേർ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വിഷമമുണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. കൂടുതലും ഗൾഫ് ജീവിതത്തിനിടയിലാണ്, ഇവിടെയല്ല, ഗൾഫ് ജീവിതത്തിനിടയിലാണ്. പക്ഷെ അവരോടെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും സഹതപിക്കാനും ചിരിക്കാനും ഒക്കെയുള്ളൊരു മനസ്സ് ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് സർവശക്തൻ വലിയ പരിക്കുകളൊന്നും ഏൽപ്പിക്കാണ്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ കുടുംബ പശ്ചാത്തലം, കുടുംബജീവിതം, അമ്മ, അച്ഛൻ, ബന്ധങ്ങളെല്ലാം ഇന്ന് മുറിഞ്ഞു പോവുകയാണ്. അച്ഛനോട് മകൻ പറയാത്തതും അമ്മയോട് മകൻ പറയാത്തതുമായിട്ടുള്ള പലതും വെട്ടിപ്പൊളിച്ച് പറയുകയാണ്. ആ മനസ്സുകൾ എത്ര വേദനിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചില വീടുകളിൽ പെട്ടെന്നുള്ള ഒത്തുചേരലിൽ അവിടെയുള്ള സംസാര വിഷയങ്ങളും മറ്റും കേൾക്കുമ്പോൾ മനസ്സിനൊരു തരം വിഭ്രാന്തിയാണ് തോന്നുന്നത്. എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും വളർത്തി മക്കളെ വലിയ നിലയിലൊക്കെ എത്തിച്ചു കഴിയുമ്പോൾ മക്കൾക്കൊരു തോന്നൽ, അച്ഛന് ഡിഗ്നിറ്റി ഇല്ല, അച്ഛന് സ്റ്റാറ്റസ് ഇല്ല, വേൾഡ് വ്യൂ ഇല്ല. അപ്പോൾ പിന്നെ മലയാളമല്ല, പിന്നെ ഇംഗ്ലീഷാണ്. പഠിത്തവും ജീവിതവും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ നേരിടാനും അതിനെയൊക്കെ പരിപാലിക്കാനും കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ എത്ര ഭയങ്കരമായിട്ടുള്ള വ്യഥയാണ് അനുഭവിക്കുന്നത് എന്ന് ഇന്നലെ കൂടി തൊട്ടറിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ദുഃഖ സാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഞാൻ കണ്ട ചില നുറുങ്ങുകൾ, അനുഭവങ്ങൾ ഓർത്തെടുത്ത് ഞാൻ കുറിച്ചൊരു കവിതയാണ് നിഷേധം. അതിലെ ചില വരികൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ച് അവതരിപ്പിക്കാം. അച്ഛനോട് മകൻ പറയുന്നു അച്ഛന് വാർദ്ധക്യമായി, അച്ഛനോട് മകൻ പറയുന്നു അച്ഛന് വാർദ്ധക്യമായി, ചിന്താശേഷി നശിക്കുന്നിപ്പോൾ കൂടുതലൊന്നും പറയാവതല്ല, ചിന്താശേഷി നശിക്കുന്നിപ്പോൾ
കൂടുതലൊന്നും പറയാവതല്ല. തീർന്നു കിട്ടിയാൽ ഒരു നിറകുടത്തിലാക്കി കടലിൽ അടിത്തട്ടിലേക്ക് ഒഴുക്കിവിടാമങ്ങിനെ മൃത്യുവിൻ ലാളനയേൽക്കാം. തീർന്നു കിട്ടിയാൽ ഒരു നിറകുടത്തിലാക്കി കടലിൽ അടിത്തട്ടിലേക്ക് ഒഴുക്കിവിടാം അങ്ങനെ മൃത്യുവിൻ കരാളഹസ്തങ്ങളിലെത്താം. എത്ര സൂക്ഷ്മമായ നിരീക്ഷണമല്ലോ എന്ന ചിന്ത, എത്ര സൂക്ഷ്മമായ നിരീക്ഷണമല്ലോ എന്ന ചിന്ത കാലാനുവർത്തിയായ ഓലന്നാറി മരക്കൊമ്പിലിരുന്നു വിളിക്കുന്നു, പോരുന്നോ കൂടെ എന്ന് അച്ഛനോട് മകൻ പറയുന്നു. അച്ഛന് വാർദ്ധക്യമായി ചിന്താശേഷി നശിക്കുന്നിപ്പോൾ, കൂടുതലൊന്നും പറയാവതല്ല. അനുഭവങ്ങളാണ് എല്ലാത്തിനും സാക്ഷിപത്രം. പക്ഷേ കാലം കറങ്ങിത്തിരിയുമ്പോൾ വന്ന് ഭവിക്കുന്നതും അതേ നിമിത്തവും അതേ ചെയ്തികളും അതേ ഇതാവുമ്പോൾ മാത്രമേ ഓരോ വ്യക്തിയുടെയും കണ്ണുകളിൽ സജലങ്ങളാവും. ഇവിടെ നിർത്തട്ടെ ഈ ആലാപനവും മറ്റും നിർദ്ദേശങ്ങൾ നിങ്ങൾ കാണുക. നന്ദി, നമസ്കാരം. അച്ഛനോട് മകൻ പറയുന്നു, അച്ഛന് വാർദ്ധക്യമായി. അച്ഛനോട് മകൻ പറയുന്നു, അച്ഛന് വാർദ്ധക്യമായി. അച്ഛനോട് മകൻ പറയുന്നു, അച്ഛന് വാർദ്ധക്യമായി. ചിന്താശേഷി നശിക്കുന്നിപ്പോൾ, കൂടുതലൊന്നും പറയാവതല്ല. ചിന്താശേഷി നശിക്കുന്നിപ്പോൾ, കൂടുതലൊന്നും പറയാവതല്ല. തീർന്നു കിട്ടിയാൽ ഒരു നിറകുടത്തിലാക്കി കടലിൻ അടിത്തട്ടിലേക്ക് ഒഴുക്കിവിടാമങ്ങിനെ മൃത്യുവിൻ ലാളനമേൽക്കാം. തീർന്നു കിട്ടിയാൽ ഒരു നിറകുടത്തിലാക്കി കടലിൻ അടിത്തട്ടിലേക്ക് ഒഴുക്കിവിടാമങ്ങിനെ മൃത്യുവിൻ ലാളനമേൽക്കാം. അച്ഛനോട് മകൻ പറയുന്നു, അച്ഛന് വാർദ്ധക്യമായി. അച്ഛനോട് മകൻ പറയുന്നു, അച്ഛന് വാർദ്ധക്യമായി. ചിന്താശേഷി നശിക്കുന്നിപ്പോൾ, കൂടുതലൊന്നും പറയാവതല്ല. തീർന്നു കിട്ടിയാൽ ഒരു നിറകുടത്തിലാക്കി കടലിൻ അടിത്തട്ടിലേക്ക് ഒഴുക്കിവിടാമങ്ങിനെ മൃത്യുവിൻ ലാളനമേൽക്കാം. എത്ര സൂക്ഷ്മമായ നിരീക്ഷണമല്ലേ എന്നു ചിന്ത, എത്ര സൂക്ഷ്മമായ നിരീക്ഷണമല്ലേ എന്നു ചിന്ത. കാലാനുവർത്തിയായ ഓലന്നാരി മരക്കൊമ്പിലിരുന്നു വിളിക്കുന്നു, പോരുന്നോ കൂടെ എന്ന്. എത്ര സൂക്ഷ്മമായ നിരീക്ഷണമല്ലേ എന്നു ചിന്ത. കാലാനുവർത്തിയായ ഓലന്നാരി മരക്കൊമ്പിലിരുന്നു വിളിക്കുന്നു, പോരുന്നോ കൂടെ എന്ന്. വീണ്ടും പറന്നുയരുന്നു, വീണ്ടും ചില്ലമേലിരിക്കുന്നു. വീണ്ടും പറന്നുയരുന്നു, വീണ്ടും ചില്ലമേലിരിക്കുന്നു. വീണ്ടും ചിലയ്ക്കുന്നു ദിഗന്ധം പൊട്ടുമാറുച്ചത്തിൽ. വീണ്ടും ചിലയ്ക്കുന്നു ദിഗന്ധം പൊട്ടുമാറുച്ചത്തിൽ. ഇല്ലില്ല, വരാൻ നേരമായില്ല, കാലമെന്നോട് പറയുമ്പോൾ വരാം.
ഇല്ലില്ല വരാൻ നേരമായില്ല, കാലമെന്നോട് പറയുമ്പോൾ വരാം. ഇവിടെ ഈ പുഴയോരവും രാപ്പാടികളുടെ സംഗീതവും ആസ്വദിക്കട്ടെ ഏറെ നാൾ. ഇവിടെ ഈ പുഴയോരവും രാപ്പാടികളുടെ സംഗീതവും ആസ്വദിക്കട്ടെ ഏറെ നാൾ. വരും ഞാൻ വൈകില്ല എന്നിൽ അവശേഷിച്ച ലോക സൗന്ദര്യത്തിൻ്റെ ശേഷിപ്പുകൾ. വരാം ഞാൻ വൈകില്ല എന്നിൽ അവശേഷിച്ച ലോക സൗന്ദര്യത്തിൻ്റെ ശേഷിപ്പുകൾ. ഒന്നുകൂടി കണ്ടുവരട്ടെ ഈ അനന്തമാം പ്രപഞ്ചത്തിൻ സൗന്ദര്യം. ഇവിടെ ഈ പുഴയോരവും രാപ്പാടികളുടെ സംഗീതവും ആസ്വദിക്കട്ടെ ഏറെ നാൾ. വരാൻ ഞാൻ വൈകില്ല എന്നിൽ അവശേഷിച്ച ലോക സൗന്ദര്യത്തിൻ്റെ ശേഷിപ്പുകൾ. ഒന്നുകൂടി കണ്ടുവരട്ടെ ഈ അനന്തമാം പ്രപഞ്ചത്തിൻ സൗന്ദര്യം. ഒന്നുകൂടി കണ്ടുവരട്ടെ ഈ അനന്തമാം പ്രപഞ്ചത്തിൻ സൗന്ദര്യം. അച്ഛനോട് മകൻ പറയുന്നു, അച്ഛന് വാർദ്ധക്യമായി ചിന്താശേഷി നശിക്കുന്നിപ്പോൾ, കൂടുതലൊന്നും പറയാവതല്ല. തീർന്നു കിട്ടിയാൽ ഒരു നിറകുടത്തിലാക്കി കടലിൻ അടിത്തട്ടിലേക്ക് ഒഴുക്കിവിടാം. അങ്ങനെ മൃത്യുവിൻ ലാളനമേൽക്കാം. അച്ഛനോട് മകൻ പറയുന്നു, അച്ഛന് വാർദ്ധക്യമായി ചിന്താശേഷി നശിക്കുന്നിപ്പോൾ, കൂടുതലൊന്നും പറയാവതല്ല. തീർന്നു കിട്ടിയാൽ ഒരു നിറകുടത്തിലാക്കി കടലിൻ അടിത്തട്ടിലേക്ക് ഒഴുക്കിവിടാം. അങ്ങനെ മൃത്യുവിൻ ലാളനമേൽക്കാം. എത്ര സൂക്ഷ്മമായ നിരീക്ഷണമല്ലേ എന്നു ചിന്ത, എത്ര സൂക്ഷ്മമായ നിരീക്ഷണമല്ലേ എന്നു ചിന്ത. കാലാനുവർത്തിയായി ഓലന്നാരി മരക്കൊമ്പിലിരുന്നു വിളിക്കുന്നു, പോരുന്നോ കൂടെ, പോരുന്നോ കൂടെ. കാലാനുവർത്തിയായി ഓലന്നാരി മരക്കൊമ്പിലിരുന്നു വിളിക്കുന്നു, പോരുന്നോ കൂടെ, പോരുന്നോ കൂടെ എന്ന്